നമസ്കാരം. 2 പതിറ്റാണ്ടിനു ശേഷം ഗാസ ഇസ്രായേലിന് സ്വന്തമാകുന്നു. ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള നിർണായക തീരുമാനത്തിന് സെക്യൂരിറ്റി ക്യാബിനറ്റിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നു. നെതന്യാഹുവിന്റെ തന്ത്രപ്രധാനമായ തീരുമാനത്തെ ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ മുന്നറിയിപ്പിനെ മറികടന്നുകൊണ്ടാണ് ഗാസ സിറ്റി അടക്കമുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനിക വിന്യാസം നടത്തുന്നതിനും അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനും ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഗാസ പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം ചേർക്കാൻ ഒരു പദ്ധതിയുമില്ല എന്ന് നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഹമാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കുക, ഹമാസിനെ നിരായുധീകരിക്കുന്നതിനൊപ്പം ഗാസയിലെ ജനങ്ങളെ ഹമാസിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് മുക്തരാക്കുക, അതിനുശേഷം ഗാസയുടെ ഭരണം മറ്റേതെങ്കിലും ഏജൻസികളെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളെ ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഗാസയുടെ മണ്ണ് ഇസ്രായേലിന് വേണ്ടതില്ല, ഗാസയുടെ മണ്ണ് ഇസ്രായേലിനൊപ്പം ചേർക്കാൻ ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുൻപും ഒരിക്കൽ നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ശപിക്കപ്പെട്ട മണ്ണാണ് ഗാസയിലേത്, ആ ശപിക്കപ്പെട്ട മണ്ണ് സ്വന്തമാക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതിന് സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യ അടക്കമുള്ള ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് ഗാസയുടെ നിയന്ത്രണം നൽകാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം. അതിനു മുൻപായി ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായി നിരായുധീകരിക്കുക, ഗാസയിൽ ജീവനോടെ അവശേഷിക്കുന്നു എന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ കരുതുന്ന 20 ബന്ദികളെ തിരികെ എത്തിക്കുക, 50ഓളം ബന്ദികളുടെ മൃതശരീരങ്ങൾ തിരികെ ഇസ്രായേലിലേക്ക് എത്തിക്കുക. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വൻതോതിലുള്ള ഒരു സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. നേരത്തെ വെടിനിർത്തൽ ചർച്ചകൾ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ പലതവണ നടന്നുവെങ്കിലും അതൊന്നും തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. ജീവനോടെ ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന 20 ബന്ദികളെ വിട്ടു നൽകാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തലുമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഒടുവിലിതാ ഹമാസിനെതിരെ പരിപൂർണമായ സൈനിക നടപടിക്ക് ഗാസയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ 75% ഗാസയുടെ പ്രദേശങ്ങൾ ഇസ്രായേലി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. അവശേഷിക്കുന്ന 25% പ്രദേശങ്ങളിൽ ഗാസ സിറ്റി ഉൾപ്പെടും, അതുപോലെ വടക്കൻ ഗാസയുടെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടും. ഗാസ സിറ്റിയിൽ മാത്രം 8 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ അധിവസിക്കുന്നത്. ആ 8 ലക്ഷം പേരെയും കുടിയൊഴിപ്പിക്കുന്നതിനും അവരെ മറ്റൊരു ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനുമുള്ള നടപടികളായിരിക്കും ആദ്യം ഇസ്രായേൽ നടത്തുക. ഇതിന് ശക്തമായ സൈനിക നടപടി വേണ്ടിവരുമെന്നാണ് ഇസ്രായേൽ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ വിവിധ മേഖലകളിലുള്ള സൈന്യത്തെ ഇപ്പോൾ ഗാസയുടെ ഭൂപ്രദേശത്തേക്ക് ഇസ്രായേൽ വിന്യസിക്കുന്നത്. 2 പതിറ്റാണ്ട് മുമ്പാണ് ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പരിപൂർണമായും പിൻവാങ്ങിയത്. അതിനുശേഷം ഗാസയുടെ നിയന്ത്രണം ക്രമേണ ഹമാസിന്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. ഹമാസിന്റെ തീവ്രവാദികൾ ഒടുവിൽ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ കൊടും ക്രൂരത, ഇസ്രായേലിലേക്ക് നടത്തിയ നരനായാട്ട്, അതാണ് പിന്നീട് വർഷങ്ങൾ നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് എത്തിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ 2 പതിറ്റാണ്ടിന് ശേഷം ഗാസയെ പരിപൂർണമായും തങ്ങളുടെ കാൽ കീഴിൽ ചവിട്ടി അമർത്തുകയാണ് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യം ചെയ്തിരിക്കുന്നത്.